നമസ്കാരം. പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയും CPM നേതാവ് തങ്കരാജിന്റെ അരിഷ്ടവും തമ്മിൽ എന്തു ബന്ധം? ഏത് തങ്കരാജ് എന്ത് അരിഷ്ടമെന്നൊക്കെ ചിന്തിക്കേണ്ട, പറയാം. ഭരിക്കുന്ന പാർട്ടി കയ്യിലിരിക്കുമ്പോൾ എന്തു തോന്നിയാസവും കാണിക്കാമെന്ന് കരുതിയ തങ്കരാജന് തെറ്റി. പെരിങ്കടവിള ലോക്കൽ കമ്മിറ്റി അംഗം തങ്കരാജന്റെ ഉടമസ്ഥതയിലുള്ള ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയത്തിന്റെ മറവിലാണ് ഈ അരിഷ്ട വിൽപ്പന നടക്കുന്നത്. സ്ഥാപനത്തിൽ രോഗികളുടെ രേഖകളോ ഡോക്ടറുടെ കുറിപ്പടിയോ സൂക്ഷിച്ചിട്ടില്ല. ബാറിന് സമാനമായ കൗണ്ടർ സജ്ജീകരിച്ചാണ് അരിഷ്ടം വിൽക്കുന്നത്. വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് തങ്കരാജ്. ബിയറിലുള്ളതിനേക്കാൾ ഇരട്ടി ആൽക്കഹോൾ തങ്കരാജിന്റെ അരിഷ്ടത്തിലുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബെപ്കോ അവധിയാവുന്ന ദിവസങ്ങളിൽ 14 മണിക്കൂറോളമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 450 മില്ലി ആൽക്കഹോൾ അരിഷ്ടം വെറും 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വിവിധ അരിഷ്ടത്തിന്റെ പേരുകൾ കുപ്പികളിൽ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ചേരുവ ഒന്ന് തന്നെയാണ്. പിപ്പലി രസായവും മുസ്താരിഷ്ടവും ഇങ്ങനെ പലവിധ പേരുകളിലാണ് അരിഷ്ടം വിറ്റിരുന്നത്. അരിഷ്ടം കൈയോടെ കുടിച്ച് കുപ്പിയങ്ങ് തിരികെ ഏൽപ്പിച്ചു പോകുന്നതാണ് പതിവ്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ദിവസവും ലക്ഷങ്ങളാണ് കൊയ്യുന്നത്. അർദ്ധരാത്രി വരെ സ്ഥാപനം പ്രവർത്തിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. സ്ഥിരമായി ഇവിടെ നിന്ന് അരിഷ്ടം കുടിച്ച 15ഓളം വയോധികർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. സംഭവം പുറത്തു വന്നതിന് പിന്നാലെ സ്ഥാപനത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി. വിൽപ്പന കേന്ദ്രത്തിലും ഉൽപാദന കേന്ദ്രത്തിലും ഒരേ സമയം റെയ്ഡ് നടത്തുന്നതിന് പകരം പെരിങ്കടവിളയിലെ ജീവൻ ഫാർമസിയിൽ മാത്രമാണ് പരിശോധന നടന്നത്. ഇത് വ്യാജ അരിഷ്ടത്തിന്റെ സ്റ്റോക്കും മറ്റ് അസംസ്കൃത വസ്തുക്കളും മാറ്റാനുള്ള സാവകാശം നൽകുന്നതിനായി അധികാരികൾ ചെയ്തു കൊടുക്കുന്ന ഒത്താശയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അരിഷ്ട കച്ചവടം തങ്കരാജന് നൈസായിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. യുവാക്കളും പ്രായമായവരും ഈ അരിഷ്ടം ഉപയോഗിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ, MLA CK ഹരിദാസനുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഇയാൾ അരിഷ്ട വിൽപ്പന നടത്തുന്നത്. മാരായമുട്ടം സ്റ്റേഷൻ പരിധിയിലുള്ള വിൽപ്പനശാലയും ആര്യങ്കോട് സ്റ്റേഷൻ പരിധിയിലുള്ള വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രവും വർഷങ്ങളായി ഒരു തടസ്സവുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. തികച്ചും അധികാരികളുടെ ഒത്താശയോടെയാണ് ഇത് പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നടക്കുന്ന എക്സൈസ് റെയ്ഡിലും അപാകതയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സ്ഥാപന ഉടമ തങ്കരാജനെയും സ്റ്റാഫ് അനീഷിനെയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇരുവരെയും അമരവിള റേഞ്ച് എക്സൈസ് ടീമിന് കൈമാറും. അരിഷ്ടം പരിശോധനയ്ക്ക് അയക്കും. ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയത്തിന്റെ മറവിലാണ് ഈ അരിഷ്ട വിൽപ്പന. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.